കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരും. സിദ്ധരാമയ്യ DK ശിവകുമാർ കൂടിക്കാഴ്ചയിൽ സമവായം. 2027 ശിവകുമാർ മുഖ്യമന്ത്രിയാവും. ശിവകുമാറുമായി ഭിന്നതയില്ലെന്ന സിദ്ധരാമയ്യ. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സമവായത്തിലെത്തിയിരിക്കുകയാണ്. സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും തമ്മിലുണ്ടായിരുന്ന തകർക്കം ഇതിപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മഞ്ഞുരുകുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ ഒരു അധികാര കൈമാറ്റത്തിലേക്ക് ഇരു നേതാക്കളും കടക്കുന്നില്ല എന്നൊരു നിർണായക വിവരം കൂടി ഇപ്പോൾ ഈ ചർച്ചകൾക്കൊടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വരുന്നു. അതേസമയം തന്നെ 2027 അധികാരം കൈമാറും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ഒരു മന്ത്രിസഭ പുനഃസംഘടന നടത്തി ഈ DK ശിവകുമാർ പക്ഷത്തുള്ള നേതാക്കൾ അല്ലെങ്കിൽ MLA-മാർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനം നൽകാനുള്ള ഒരു ധാരണയും നിലവിൽ ഇപ്പോൾ ആയിട്ടുണ്ട് എന്നതാണ് ഈ ചർച്ചകൾക്കൊടുവിൽ പുറത്തുവരുന്ന വിവരം. നവംബർ 20-നായിരുന്നു DK ശിവകുമാർ ഇതുപോലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിദ്ധരാമയ്യ 2.5 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലായിരുന്നു ഈ അധികാരത്തിനായിട്ടുള്ള ചരടുവലികളെല്ലാം DK ശിവകുമാർ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഹൈക്കമാൻഡ് അടക്കം ഒരു പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള തർക്കം അത് ദേശീയ തലത്തിൽ വലിയൊരു വിഷയമായ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് നേതാക്കളോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നൊരു നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഒരു നിർണായക തീരുമാനം നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 2027 ഈ അധികാര കൈമാറ്റം നടത്താനുള്ള ധാരണയും ഇരു നേതാക്കളും കൈക്കൊണ്ടു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം തന്നെ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊരു ധാരണയും ഈ ചർച്ചകൾക്കൊടുവിൽ ഉണ്ടായി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. BJP അടക്കമുള്ള നേതാക്കൾ ഇരു നേതാക്കൾക്കിടെയും അല്ലെങ്കിൽ നേതാക്കളെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇരു നേതാക്കളും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ MLA-മാരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള കുതിരക്കച്ചവടം നടത്തുകയാണെന്നായിരുന്നു BJP അടക്കമുള്ള പാർട്ടികളെല്ലാം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെട്ട് ഇരു നേതാക്കൾക്കിടയിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്തായാലും സിദ്ധരാമയ്യ ഇന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ സമവായത്തിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുണ്ടായിട്ടുള്ള തർക്കം അതിൽ മഞ്ഞുരുകിയിരിക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. താനുമായിട്ടോ അല്ലെങ്കിൽ DK ശിവകുമാറുമായിട്ട് തനിക്കൊരു ശത്രുത ഇല്ലെന്നാണ് നിലവിൽ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ സിദ്ധരാമയ്യ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഏത് നിമിഷവും തങ്ങൾക്ക് ഡൽഹിയിലേക്ക് ഒരു വിളി വരാം. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ന് നടത്തിയ ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട ഹൈക്കമാൻഡാണ് എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ ഈ ചർച്ചകൾക്കൊടുവിൽ നടന്നിരിക്കുന്നു. എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അധികാര കൈമാറ്റം നടക്കുന്നില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2027 വേണമെങ്കിൽ അധികാര കൈമാറ്റം നടത്താമെന്നൊരു ധാരണ ഈ ചർച്ചകൾക്കൊടുവിൽ എത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നുകൂടി നിലവിൽ ഇപ്പോൾ സിദ്ധരാമയ്യ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുണ്ട്. ദീപ്തി, ശരി. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തന്നെ തുടരും. സിദ്ധരാമയ്യ DK ശിവകുമാർ കൂടിക്കാഴ്ചയിൽ സമവായം. 2027 ശിവകുമാർ മുഖ്യമന്ത്രിയാവും. ശിവകുമാറുമായി ഭിന്നതയില്ലെന്ന് സിദ്ധരാമയ്യ. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.